തിരുവനന്തപുരം വർക്കല മൈതാനം ജംഗ്ഷനിൽ ദേ കാണുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനൊക്കെ നേരെ എതിർവശം ബാങ്ക് ഓഫ് ബറോഡ പ്രവർത്തിക്കുന്ന ഈ ഒരു കെട്ടിടം ഒരു കമേഴ്സ്യൽ കെട്ടിടമാണ്. ഇതിനകത്ത് താഴത്തെ നിലയിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറില്ല, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഏറ്റവും മേളിൽ റൂഫ് ചെയ്തിരിക്കുന്നുണ്ടോ ആ ഒരു റൂഫ് ടോപ്പ്. ഇത്രയും 3 പോർഷൻ നമുക്ക് നിലവിൽ വാടകയ്ക്ക് കൊടുക്കാൻ അവൈലബിൾ ആണ്. ഈ 3 പോർഷനിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് ടോട്ടലായിട്ട് 3 ഫ്ലാറ്റുകളുണ്ട്. 12 മുറികളോട് കൂടിയിട്ടുള്ള ഫ്ലാറ്റാണ്. കൂടുതൽ റൂംസ് വേണമെങ്കിൽ ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് അവൈലബിൾ ആണ്. വർക്കല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടൂറിസം ബേസ് ചെയ്ത് ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ലോഡ്ജിങ് ഫെസിലിറ്റിയോ എയർബിഎൻബി സംവിധാനമോ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ നിങ്ങൾക്ക് വാടകയ്ക്കോ ലീസ് ഔട്ടിനോ ആ രീതിയിൽ എടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 400 മീറ്റർ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലെ ഡിസ്റ്റൻസ് ഉള്ളൂ. വർക്കല ക്ലിഫൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്ത് വരും. പിന്നെ ശിവഗിരി തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ ഈസി ആക്സസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷൻ. വർക്കല എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യ മുതൽ എവിടെ നിന്നായാലും ആൾക്കാർ ഫുള്ളായിട്ട് അടിച്ച് കയറി വരുന്നൊരു ലൊക്കേഷനാണ്. വിദേശികളൊക്കെ ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും കാണാം ആ രീതിയിലുള്ള ഒരു ലൊക്കേഷൻ. അപ്പം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഏരിയയിലിരിക്കുന്ന ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ, ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഈസിലി നമുക്കിതിന് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും സാധിക്കും. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് റെൻറ്റിനോ അല്ലെങ്കിൽ ലീസിനോ ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ റെൻ്റ് ഔട്ടിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന ഫസ്റ്റ് ഫ്ലോർ, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോർ, പിന്നെ അതുപോലെ നമ്മുടെ റൂഫ് ടോപ്പ്, ഈ 3 പോർഷനാണ്. ഈ 3 പോർഷനിലുമായിട്ട് 3 ഫ്ലാറ്റുകളാണുള്ളത്. ഈ ഒരു നിലയിൽ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലാറ്റ്, എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂം, അടുത്ത് അങ്ങനെ ഒരു ബാത്റൂം ഉണ്ട്. അത് ശരിക്കും ഒരു കോമൺ ബാത്റൂമാണ്. അവിടെ നടത്ത എൻട്രൻസ് വരുന്ന രീതിയിൽ അപ്പുറത്തേക്ക് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് ബാൽക്കണിയിൽ നിന്നും ആക്സസ് വരുന്ന രീതിയിലുള്ള റൂമാണ്. പിന്നെ ഇങ്ങനെ ഒരു കോമൺ സ്പേസ്, ഈ കാണുന്നത് പോലെ ഒരു കിച്ചൺ. അപ്പോൾ ഇത് ശരിക്കും ഇത്തിരി പഴയ കെട്ടിടമാണ് കേട്ടോ. ഇത് നേരത്തെ അവരല്ലാണ്ട് ഫാമിലീസിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്കിത് ഒരു ലോഡ്ജിങ് പർപ്പസിന് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ മോഡേൺ രീതിയിലേക്ക് റെനോവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വർക്കല എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ടൂറിസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ബുക്കിംഗ് ഒക്കെ എടുക്കാൻ സാധിക്കും. ഡെയിലി റെൻറ്റിന് എയർബിഎൻബി ആക്കി ഇപ്പോൾ ഡെയിലി റെൻറ്റിന് സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ബിസിനസ് ഐഡിയ ഉള്ളത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള റെൻ്റൽ അഗ്രിമെൻറ്റിൽ ഒരു റെൻറ്റിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരെ എഗ്രിമെന്റിലേക്ക് എത്താവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഇതിപ്പോൾ ലീസ് ആണെന്നുണ്ടെങ്കിൽ അവർ തരുന്നുണ്ടാവും കേട്ടോ. അതായത് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ആ രീതിയിൽ നിങ്ങൾ ലീസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു എമൗണ്ട് തമ്മിൽ സംസാരിച്ച് ഒരു ഡീലിലേക്ക് എത്താവുന്നതാണ്. ഇനി അതല്ല റെന്റൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തി അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ട് റെൻറ്റ് പറയാത്തതിന് കാരണം ഇപ്പോൾ ഓരോരുത്തരുടെയും ബിസിനസ് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കുക.